മലയാളത്തിൻ്റെ 35ാമത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാ PSC ഉദ്യോഗാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് റിവൈസ് ചെയ്യുന്നത് പര്യായപദം, ആത്മകഥകൾ, തൂലികാനാമങ്ങൾ, ചിഹ്നങ്ങൾ. പര്യായപദം പല്ല്. പല്ല് എന്ന പദത്തിൻ്റെ പര്യായപദമാണ് നമ്മളിന്ന് റിവൈസ് ചെയ്യുന്നത്. ദശനം, ദന്തം, രഥം, രഥനം, ഹാലു. ദശനം, ദന്തം, രഥം, രഥനം, ഹാലു. പല്ലിൻ്റെ പര്യായപദമാണ് ദശനം, ദന്തം, രഥം, രഥനം, ഹാലു. ആത്മകഥകൾ നമ്മൾ നോക്കുന്നത് 5, 7, 8 ആത്മകഥകൾ നമ്മൾ നോക്കുന്നുണ്ട്. നോക്കാം. എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും. കലാമണ്ഡലം കൃഷ്ണൻ നായർ. എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും. കലാമണ്ഡലം കൃഷ്ണൻ നായർ. ഒരു സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. PKR വാര്യർ. ഒരു സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. PKR വാര്യർ. ഒരു സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. PKR വാര്യർ. 2 ആത്മകഥകളായി ഇപ്പോൾ തന്നെ. ഇടപെടലുകൾക്ക് അവസാനമില്ല. സമരത്തിന് ഇടവേളകളില്ല. സമരം തന്നെ ജീവിതം. ഈ 3 ആത്മകഥകളും VS അച്യുതാനന്ദൻ്റേതാണ്. VS അച്യുതാനന്ദൻ. ഇടപെടലുകൾക്ക് അവസാനമില്ല, സമരത്തിന് ഇടവേളകളില്ല, സമരം തന്നെ ജീവിതം. ആരുടെയാണ്? VS അച്യുതാനന്ദൻ. അടുത്തതാണ് P കുഞ്ഞിരാമൻ നായരുടെ 3 എണ്ണമുണ്ട്. 3 ആത്മകഥകളുണ്ട്. കവിയുടെ കാൽപ്പാടുകൾ, നിത്യകന്യയെ തേടി, എന്നെ തിരയുന്ന ഞാൻ. കവിയുടെ കാൽപ്പാടുകൾ, നിത്യകന്യയെ തേടി, എന്നെ തിരയുന്ന ഞാൻ. ഒന്നുകൂടെ ആത്മകഥകൾ നോക്കാം. ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ 8 ആത്മകഥകൾ നോക്കുന്നുണ്ട്. VS അച്യുതാനന്ദൻ്റെ 3 എണ്ണം, P കുഞ്ഞിരാമൻ നായരുടെ 3 എണ്ണം, PKR വാര്യർ, കലാമണ്ഡലം കൃഷ്ണൻ നായർ. ഇത്രയും പേരുടെ ആണ് നമ്മൾ നോക്കുന്നത്. സത്യത്തിൽ 4 പേരുടെ ആത്മകഥകളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അത് ഒരാളുടെ തന്നെ 3 എണ്ണം വീതം 2 എണ്ണം നമ്മൾ പഠിക്കുന്നുണ്ട്. എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും. കലാമണ്ഡലം കൃഷ്ണൻ നായർ. ഒരു സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. PKR വാര്യർ. ഇടപെടലുകൾക്ക് അവസാനമില്ല, സമരത്തിന് ഇടവേളകളില്ല, സമരം തന്നെ ജീവിതം. ഇത് 3 എണ്ണവും ആരുടെയാണ്? VS അച്യുതാനന്ദൻ. കവിയുടെ കാൽപ്പാടുകൾ, നിത്യകന്യയെ തേടി, എന്നെ തിരയുന്ന ഞാൻ. ഈ 3 എണ്ണത്തിൻ്റെയും P കുഞ്ഞിരാമൻ നായരാണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് 5 പ്രധാനപ്പെട്ട തൂലികാനാമങ്ങളാണ്. നോക്കാം. കൊടുപ്പുന്ന ഗോവിന്ദഗണകൻ. G ശങ്കരക്കുറുപ്പ്. P കുഞ്ഞിരാമൻ നായർ. സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ള. ത്രിലോക സഞ്ചാരി EV കൃഷ്ണപിള്ള. ഒന്നുകൂടെ നോക്കിയാലോ. കൊടുപ്പുന്ന ഗോവിന്ദഗണകൻ, G ശങ്കരക്കുറുപ്പം, P കുഞ്ഞിരാമൻ നായർ. സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ള. ത്രിലോക സഞ്ചാരി EV കൃഷ്ണപിള്ള. അടുത്ത 3 ചിഹ്നങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. പ്രധാനപ്പെട്ട 3 ചിഹ്നങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡാഷ്, രേഖ. രേഖ. ഡാഷ് എന്താണ്? രേഖ. അതുപോലെ തന്നെ ശൃംഖല, ഹൈഫൻ ശൃംഖല എന്ന് പറയും. അതുപോലെ തന്നെ ബ്രാക്കറ്റ്, വലയം. ബ്രാക്കറ്റ്, വലയം. രേഖ, ശൃംഖല, വലയം. 3 ചിഹ്നങ്ങൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന്, എങ്ങനെയാണ് ഈ ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നതെന്നുള്ളത് നമ്മൾ ചിഹ്നങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ എണ്ണം പഠിച്ചു. ഇന്ന് നമ്മൾ 3 എണ്ണമാണ് പഠിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ഇന്ന് റിവൈസ് ചെയ്തു? പര്യായപദങ്ങൾ, ആത്മകഥകൾ, തൂലികാനാമങ്ങൾ, ചിഹ്നങ്ങൾ. പര്യായപദം, ആത്മകഥകൾ, തൂലികാനാമങ്ങൾ, ചിഹ്നങ്ങൾ. ഇനി പഴഞ്ചൊല്ലുകൾ ഒക്കെ ഒരുപാട് പോർഷൻസ് നമ്മുടെ മലയാളത്തിൽ തന്നെ നമ്മൾ ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. കടങ്കഥകളുണ്ട്. നമുക്കിനി കളക്ട് ചെയ്ത് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം നന്നായിട്ട് പഠിച്ചെടുക്കാൻ നമുക്കുള്ള സമയത്ത് നമുക്ക് എല്ലാം പഠിച്ചെടുക്കാം. ഈ മലയാളത്തിൻ്റെ റിവിഷൻ ക്ലാസ് മാത്രമേ നമുക്കിപ്പോൾ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ നടക്കുന്നുള്ളൂ. മറ്റുള്ള അതാത് സബ്ജക്റ്റുകൾ മലയാളത്തിൻ്റെ ഒന്ന് തീർന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ പല സബ്ജക്റ്റുകളും നമുക്ക് ഉൾക്കൊള്ളിക്കാം. നന്നായിട്ട് പഠിച്ചെടുക്കുക. ഓരോ സബ്ജക്റ്റും തീർത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു ദിവസം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുനിന്ന് 1 വർഷത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എല്ലാ സബ്ജക്റ്റും നമ്മളൊന്ന് ടച്ച് ചെയ്തു പോകും. മാത്സ് ആണെങ്കിലും, അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി ആണെങ്കിലും, അതുപോലെ തന്നെ എല്ലാ വിഷയവും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എല്ലാ സബ്ജക്റ്റും നമുക്കൊന്ന് ടച്ച് ചെയ്തു പോകും. ഓർത്തെടുക്കാനും അറിയാൻ വയ്യാത്തതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാനും ഒക്കെ നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് നമുക്ക്
സാധിക്കും. അതുകൊണ്ട് ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഒന്ന് വാല്യൂ ചെയ്യുവാനും ഒന്ന് റിവൈസ് ചെയ്യുവാനും സമയം കണ്ടെത്തണം. എല്ലാവരും ആഗ്രഹിച്ച ജോലി നേടുവാൻ സാധിക്കട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.